തിരുവനന്തപുരം ജില്ലയിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എംഎൽഎമാരെ മത്സരിപ്പിക്കാൻ സിപിഎം നേതൃതലത്തിൽ ധാരണ. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. വർക്കല എംഎൽഎ കൂടിയായ പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയ് വീണ്ടും മത്സരരംഗത്തെത്തുന്നതോടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ ആൾ വരും. വിജയസാധ്യത കണക്കിലെടുത്താണ് സിറ്റിംഗ് എംഎൽഎമാർ വീണ്ടും മത്സരിക്കണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത്. തീരുമാനം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറാനും യോഗത്തിൽ തീരുമാനമായി. ഘടകകക്ഷികൾക്ക് നൽകിയിരുന്ന കോവളം, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നും യോഗത്തിൽ ചർച്ചയായി. അക്കാര്യത്തിൽ ഇവിടെ തീരുമാനമെടുക്കാൻ കഴിയുന്നതല്ലെന്ന് എം വി ഗോവിന്ദൻ യോഗത്തിൽ വ്യക്തമാക്കി. പി ജോയിയെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി വീണ്ടും മത്സരിപ്പിക്കുന്നതിനോട് എം വി ഗോവിന്ദൻ വിയോജിപ്പ് അറിയിച്ചതായാണ് വിവരം. കഴിഞ്ഞ തവണ ജില്ലയിൽ മത്സരിച്ച 10 സീറ്റുകളിലും സിപിഎം സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആന്റണി രാജുവാണ് വിജയിച്ചത്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു അയോഗ്യനായ സാഹചര്യത്തിലാണ് സീറ്റ് ഏറ്റെടുക്കാനുള്ള സിപിഎമ്മിന്റെ നീക്കം.